ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 1 കിലോഗ്രാമിൻ്റെ മിക്ക കേക്കുകൾക്കും ബേസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വാനില കേക്ക് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂണ് കോൺഫ്ലവറും പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുത്ത മുട്ട ഉപയോഗിക്കരുത്. ഒന്ന് തണുപ്പ് പോയതിന് ശേഷം എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വേണം മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസും കൂടി ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കേക്കിൽ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ചൊരു വലിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു കറക്റ്റ് അളവാണ്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവിൽ തന്നെ കിട്ടും കേട്ടോ. പഞ്ചസാര പൊടിയുടെ അളവ് ആണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കുറവുണ്ടാവും 1 കപ്പിന്. അപ്പോൾ മുട്ടയും പഞ്ചസാര പൊടിച്ചതും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തത് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റർ ഓഫ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടെ അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, ഒന്നിച്ചിട്ട് കൊടുക്കരുത്. എന്നിട്ട് ഇതുപോലെ സ്പാറ്റിലൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിൽ അടിയിലും സൈഡിലൊക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ടിന്ന് ഉയരമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഉയരത്തിലേക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊരു 30-35 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്ത് നോക്കാം. ഇനി ഓവനില്ലാതെ നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്ക്വയർ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഓവനിലേക്ക് വെക്കാം. അപ്പോൾ ഒരു 35-40 മിനിറ്റ് ആയപ്പോഴാണ് കേട്ടോ ഈ കേക്ക് ശരിക്കും ബേക്കായിട്ട് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം 30 മിനിറ്റാണ് വെച്ച് കൊടുത്തത്. പിന്നെ നമ്മളൊന്ന് സ്ക്യൂറോ എന്തെങ്കിലും ടൂത്ത് പിക്കോ വെച്ചിട്ട് നടുക്ക് കുത്തി നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിന്നെ എത്രത്തോളം വേവാനുണ്ടെന്ന്. അതിനനുസരിച്ചിട്ട് പിന്നെ ഞാൻ ടൈം കൂട്ടി വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കേക്ക് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പറും സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. പിന്നെ ഓരോ ഓവനിൻ്റെയും ടെമ്പറേച്ചർ അനുസരിച്ചിട്ടും അതുപോലെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ബേക്കിങ്ങിൻ്റെ ടൈമിൽ മാറ്റം വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു മുകളിലുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഐസിങ് ചെയ്യാൻ എടുക്കാൻ. അപ്പോൾ ഇത് ഇങ്ങനെ കൈകൊണ്ട് പൊളിച്ചാൽ തന്നെ പോരും. അല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി കേക്കിനെ 3 ലെയർ ആക്കിയിട്ട് നമുക്ക് ഏത് ഫ്ലേവറിലുള്ള കേക്കും ഈ ഒരു ബേസിൽ ചെയ്യാവുന്നതാണ്. വൈറ്റ് ഫോറസ്റ്റോ അല്ലെങ്കിൽ ബ്ലൂബെറി, സ്ട്രോബെറിൻ്റെയും ബ്ലൂബെറിൻ്റെ ഒക്കെ ക്രഷ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഒരുപാട് കേക്കിനുള്ള ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാനില സ്പോഞ്ച് കേക്കാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്